മക്കളെ അടിപൊളി നട്സ് ലേഹ്യം വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളിയും കേട്ടോ. നമ്മളെ കുഞ്ഞാത്താൻ്റെ അടുത്തേക്ക്. ഏതാ കുഞ്ഞാത്താന്നറിയില്ല, ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വർത്താനം പറഞ്ഞ കുത്തിരിക്കാതെ കാര്യം പറയട്ടെ. നല്ല ഈത്തപ്പഴം, അതേപോലെ തന്നെ മുളപ്പിച്ച ധാന്യങ്ങളും കഴുകി ഉണക്കി വൃത്തിയാക്കിയ ധാന്യങ്ങളും, പിന്നെ ഫുള്ള് നട്സുകളും, എള്ള്, ചാമ, പിന്നെ നമ്മളെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് നീര്, രക്തം ഉണ്ടാവാനും ശരീരം വെളുക്കാനും സുന്ദരിയാകാനും സുന്ദരന്മാരാകാനും ആർക്കെങ്കിലും വല്ല ലേഖം തിന്നണം തോന്നുകയാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ നമ്മളെ നട്സിൻ്റെ ലേഖം നോക്കിക്കോളിട്ടോ. ശരീരത്തിൽ അത്യാവശ്യം ചോരയും നീരൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ ഒന്ന് തൊലി വെളുക്കും ചുറ്റും, സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവും, ഒന്ന് ചുറുക്കുണ്ടാവും, ചുണ്ടൊക്കെ ഒന്ന് ചോന്നിട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വിറ്റാമിൻ്റെ കുറവ് പരിഹരിക്കാനും, അതേപോലെ വാൽനട്ട് വരുന്നുണ്ട്, മക്കാന വരുന്നുണ്ട്, നട്സുകൾ വരുന്നുണ്ട്. ഇതിലൊരുപാട് ഐറ്റം സാധനം ഉണ്ട്. 1 മിനിറ്റിന് ഷോർട്ടിലൊന്നും ഒന്നും ആവില്ല. നിങ്ങൾക്ക് വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ മലപ്പുറം കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ ലെങ്ത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. ലാസ്റ്റ് 2 കുപ്പി തേൻ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് പരിപാടി നിർത്തി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്നും ഈ 2 കുപ്പി തന്നെ ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. ലേഹ്യത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കുപ്പിൻ്റെ എണ്ണം കൂടും കേട്ടോ. അപ്പോൾ ലേഹ്യം രണ്ട് കുപ്പിയിലത് 4 കുപ്പിയും പാരും കേട്ടോ. അപ്പോൾ എല്ലാവരോടും